ഒരു പ്രവൃത്തിഫലവും അതിൽ വീഴുന്നില്ല. അത് നിഷ്ക്രിയമാണ്, നിശ്ചലമാണ്, നിരാഭാസമാണ്, അത് നിർഭരമാണ്. അതിനൊരാവശ്യമില്ല, അതിനൊരനാവശ്യവുമില്ല. എനിക്ക് പലപ്പോഴും തോന്നും, ഞാനിങ്ങനെ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് പദങ്ങളുടെ ഒരു കസറത്താണെന്ന് നിങ്ങൾ വിചാരിക്കുമോ? ഒരു സംശയം എനിക്ക്. സ്വാമിജി ഇങ്ങനെ വാക്കുകളെടുത്ത് ഇങ്ങനെ വിലസുക, അതിനൊരു അർത്ഥമുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരില്ലേ? അത് നിശ്ചലമാണ്, നിഷ്ക്രിയമാണ്, അത് നിരാഭാസമാണ്, അത് നിർഭരമാണ്, അത് നിറഞ്ഞിരിക്കുന്നു അവിടെ. ആ നിറവിന് വേണ്ടി, ആ നിറവുള്ളതിനാൽ അതിന് വേണം എന്ന് വിചാരത്തോടു കൂടി ഒരു പ്രവൃത്തി നടക്കുന്നില്ല. കാണുന്നത് കണ്ണ്, കണ്ണില്ലെങ്കിൽ കാഴ്ചയില്ല. എനിക്ക് കണ്ണുണ്ടാക്കിയത് ഞാനല്ല, ഉണ്ടാക്കിയ കണ്ണ് കാണുന്നത് അതിൻ്റെ പ്രഭാവം കൊണ്ടാണ്. ആ കാഴ്ചയെ ഞാൻ കാണുന്നു എന്ന് പറയുന്നത് ശരിയല്ല. കണ്ണാണ്, ചിന്തിക്കുന്നത് മനസ്സാണ്, ആലോചിക്കുന്നത് ബുദ്ധിയാണ്. ഞാനോ അതിൻ്റെയൊക്കെ മീതെ, അതിൻ്റെയൊക്കെ താഴെ അടിത്തട്ടിൽ ആണ്ട് കിടക്കുന്നു. സമുദ്രത്തിൽ ഉപരിതലത്തിൽ മാത്രമേ അലകളുള്ളൂ. ആ ഉപരിതലത്തെ തട്ടിച്ചു നോക്കുമ്പോൾ സമുദ്രത്തിൻ്റെ ആഴവും വിസ്താരവും എത്രയാ? അയ്യോ, എത്രയോ ഇരട്ടി. അതുമാതിരി ഒരാത്മസമുദ്രം എൻ്റെ ഉള്ളിലുമുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എൻ്റെ ഉള്ളിലുമുണ്ട്. ആ ആത്മസമുദ്രത്തിൻ്റെ ഗാഢത മനസ്സിലാക്കിയിട്ടുള്ളവന് കർത്തൃത്വമില്ല. കർത്തൃത്വമില്ലെങ്കിൽ പിന്നെ കാര്യബോധമുണ്ടോ? ജീവൻ മുക്ത സ്ഥിതിരവഗതോ, ജീവൻ മുക്ത സ്ഥിതിയിലാണ് ഞാൻ ചെന്ന് കൂടിയിരിക്കുന്നത്. ഈ ജീവൻ മുക്തൻ, ജീവൻ മുക്തി എന്ന് പറയുന്നത് മാർക്കറ്റിൽ ചെന്ന് മേടിക്കുന്നതല്ല. നമ്മുടെ മനസ്സിൽ തത്വവിചാരം കൊണ്ട് ഉദിക്കുന്നതായ സ്ഥായിയായ ഒരു ഭാവ സമ്പന്നതയാണത്. ജീവൻ മുക്ത സ്ഥിതിരവഗതോ ദഗ്ധ വസ്ത്രാവഭാസ. ജീവൻ മുക്തൻ എങ്ങനെയാ? ധൂംധാം എന്ന് പറയും ഹിന്ദിയിൽ. ധൂംധാം സേ കാം കരോ. വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി ഞാൻ എന്താ പോണു വരണു എന്ന് പറഞ്ഞ് കടപട ചടപട എന്നൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല. ഏതുപോലെയാ? ദഗ്ധ വസ്ത്രാവഭാസ. നമ്മുടെ വസ്ത്രം സാധാരണ നിലയ്ക്ക് ഉടുത്താൽ എങ്ങനെയാ? അതവിടെ നിലത്തിട്ടിട്ട് തീ കൊടുത്താൽ നിങ്ങൾ കരിഞ്ഞു എന്നുണ്ടെങ്കിലോ, അതുപോലെയാണ് ജീവൻ മുക്തൻ. ഈ ഉദാഹരണമൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? ഒരു പേപ്പർ അങ്ങോട്ട് കരിച്ചാൽ ആ പേപ്പർ പോലെയൊക്കെ ഇരിക്കും, പക്ഷെ അത് മടക്കാനോ എഴുതാനോ പറ്റില്ല. നോക്കുമ്പോൾ ഒക്കെ പൊടിഞ്ഞു കഴിയും. അതേപോലെ ദഹിച്ച വസ്ത്രത്തോടുകൂടി, ദഹിപ്പിക്കപ്പെട്ട വസ്ത്രത്തെ പോലെയാണ് അയാളുടെ നില. കർത്തൃഭാവം, കാര്യബോധം, അരുത്, ആകാം, ഇങ്ങനെയുള്ള ദ്വന്ദ്വ ഗണനകളൊക്കെ മനസ്സിൽ നിന്ന് അസ്തമിച്ചു. ഇതൊക്കെ ഉദിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. അജ്ഞാനമാണ് അതിൻ്റെ അടിത്തട്ടിൽ. ആ ഉദിച്ച സാധനങ്ങളൊക്കെ അവിടെ തന്നെ അസ്തമിച്ചു. അസ്തമിച്ചതിന് ശേഷം ഏവം ദേഹേ പ്രവിലയഗതേ തിഷ്ഠമാനോ വിമുക്തോ. ദേഹം ദേഹം എന്ന് ഞാൻ എന്ന് പറയുന്നത് ഇത് ഞാനല്ല, എൻ്റെയാണ്. ദേഹത്തിലിടുന്ന വസ്ത്രം എങ്ങനെയാ? ഞാനാണോ? അല്ല. എന്നിലിടുന്ന ദേഹമോ? അതും ഒരു വസ്ത്രം തന്നെയാണ്, ഞാനല്ല. അങ്ങനെ ഏവം ദേഹേ പ്രവിലയഗതേ, ദേഹത്തിൽ ഞാൻ എന്നുള്ള ബുദ്ധി മനസ്സിൽ ലയിച്ചങ്ങടി ഇല്ലാതെയായി. തിഷ്ഠമാനോ വിമുക്തോ, അതോടുകൂടി ഞാൻ മുക്തനായി. ആ മുക്തി എന്ന് പറയുന്നത് മനസ്സും ബുദ്ധിയും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണ്, സ്വാരാജ്യമാണ്, അതിൻ്റെ ചക്രവർത്തി പദമാണത്. നിസ്ത്രൈഗുണ്യേ പഥി വിചരത കോ വിധി കോ നിഷേധ. അങ്ങനെയുള്ള ഒരാൾക്ക് വിധിയോ നിഷേധമോ ഉണ്ടോ? ഇല്ല. ദോഷബുദ്ധ്യോ ഭയാതീതോ നിഷേധാന്ന നിവർത്തതേ ഗുണബുദ്ധ്യാ ച വിഹിതം ന കരോതി യഥാർഭക എന്ന് കൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്ന നിലയാണിത്. കസ്മാത് കോഹം കിമപി ച ഭവാൻ കോയമത്ര പ്രപഞ്ചഃ സ്വം സ്വം വേദ്യം ഗഗനസദൃശം പൂർണ്ണതത്വപ്രകാശം. ആനന്ദാഖ്യം സമരസധനേ ബാഹ്യമന്തർവിഹീനേ നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ കോ വിധി കോ നിഷേധ. ഇവിടെ ഞാൻ എന്ന് പറഞ്ഞ് തരംതിരിക്കാനും വേർതിരിക്കാനും വ്യത്യാസപ്പെടുത്താനും ഇവിടെ വല്ലതും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഞാൻ എന്ന് പറഞ്ഞാൽ അത് അസ്തിത്വത്തിൻ്റെ ഒരു ഭാഗം. നീ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതേ അസ്തിത്വത്തിൻ്റെ വേറെ ഒരു ഭാഗം. ഇവൻ ഇവൾ എന്ന് പറയുമ്പോഴോ വേറെ ഒരു ഭാഗം. ആകാശം അവിഭാജ്യമാണല്ലോ.
ആകാശത്തിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന പരമതത്വമോ അതിനേക്കാൾ അവിഭാജ്യമാണ്. സമുദ്രത്തിലെ ഏതെങ്കിലും ഒരലയെ നോക്കി ഇതൊരു സമുദ്രം, മറ്റത് വേറെ ഒരു സമുദ്രം എന്ന് പറയാൻ പറ്റുമോ? ആദ്യം വന്ന അലയായാലും പിന്നാലെ വന്ന അലയായാലും അലയൊക്കെ സമുദ്രജല. അതിന് നിങ്ങൾ എവിടെയാ തരംതിരിക്കുക? അറ്റ്ലാന്റിക് സമുദ്രമായാലെന്താ, പസഫിക് ഓഷൻ ആയാലെന്താ, ബേ ഓഫ് ബംഗാൾ ആയാലെന്താ, അറേബ്യൻ സീ ആയാലെന്താ, ഒക്കെ ഉപ്പുരസവും വെള്ളമല്ലേ? അതുപോലെയാണ് ഇവിടുത്തെ കാര്യം. കസ്മാത് കോഹം കിമപി ച ഭവാൻ കോയമത്ര പ്രപഞ്ചഃ. ഇതിന് അർത്ഥം പറയട്ടെ ഞാൻ. നിങ്ങളിവിടെ പ്രപഞ്ചം, ലോകം, നീ, ഞാൻ, അവൻ, അവൾ എന്നിങ്ങനെ തരംതിരിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. ഈ ചൂണ്ടിക്കാണിക്കുന്നത് പുറത്താ. പക്ഷേ എന്തിനെയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? ഉള്ള അനുഭവത്തെയാണ്. കാലത്ത് സൂര്യൻ ഉദിക്കുന്നു, നിങ്ങൾ ഭൂമിയുടെ ഏതോ ഒരു കോണിലാണ്. സൂര്യൻ അങ്ങ് അകലെയാണ് ഉദിക്കുന്നത്. ആ ഉദിക്കുന്ന സൂര്യനെ ഇത്രയും ദൂരെ ഇരുന്ന് നാം ഇവിടെ ഇരുന്ന് കാണുന്നു. കണ്ടിട്ട് ഇതാ സൂര്യൻ ഉദിക്കുന്നു എന്ന് വിരലുകൊണ്ട് ചൂണ്ടിയാലും, പ്രേക്ഷകരെ നിങ്ങളൊന്ന് നല്ലോണം ആലോചിച്ച് പറയൂ. ഇന്നലെ ഞാൻ സംസാരിച്ച് ചോദിച്ചിട്ട് ഒരുമാതിരി ആൾക്കാരൊക്കെ സമ്മതിച്ചു. സൂര്യനെ നിങ്ങൾ കാണുമ്പോൾ ആ സൂര്യ ദർശനം, സൂര്യാനുഭവം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് 1 മില്ലിമീറ്റർ പുറത്തോ ആ ശരീരത്തിൻ്റെ ഉള്ളിലോ അനുഭവം. എവിടെയാ അനുഭവം? പുറത്ത് എന്നുള്ള ആ ബാഹ്യം ഉള്ളിൽ രചിക്കുന്ന അനുഭവമാണ്. ബാഹ്യാനുഭവം എന്ന് നാം പറഞ്ഞാലും അനുഭവിക്കുന്നത് ഉള്ളിലാണ്. സൂര്യൻ അവിടെ തന്നെ നിൽക്കുന്നുള്ളൂ. ആ സൂര്യനിൽ നിന്നുള്ള കിരണങ്ങൾ കണ്ണിലൂടെ പ്രവേശിച്ച് ഉൾമണ്ഡലത്തിലാണ് മനസ്സ് തന്നെ ഒരു പതിപ്പുണ്ടാക്കുകയാണ്. അപ്പം നാം കാണുന്നത് മനോനിർമ്മിതിയായിരിക്കുന്ന സൂര്യനെയാണ്, പുറത്തുള്ള സൂര്യനെയല്ല. ആധുനിക ലോകത്താണ് ജീവിക്കുന്നത്. ഒരൊറ്റ ആൾക്ക് ഇത് അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല. ഒരൊറ്റ അനുഭവം പുറത്തില്ല, സർവ്വ അനുഭവം ഉള്ളിലാണ്. അപ്പം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എവിടെയാ? നിങ്ങളുടെ മനസ്സ് വിട്ടിട്ടൊരു പ്രപഞ്ചമുണ്ടോ ഇവിടെ? മനസ്സ് കാണുന്ന കാഴ്ചയല്ലേ ഉള്ളൂ, മനസ്സ് കേൾക്കുന്ന ശ്രവണമല്ലേ ഇവിടെ ഉള്ളൂ. ശ്രവണം എന്നതും കാഴ്ച എന്നതും എല്ലാം തന്നെ ഉൾമണ്ഡലത്തിലാണ് നടക്കുന്നത്. മനസ്സാണ് ഈ കാഴ്ച മുഴുവനുമായി തീരുന്നത്. അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് മനസ്സിൻ്റെ തന്നെ ഒരു പ്രതിഭാസമാണ്, ഒരു പ്രതിഫലനമാണ്, മനസ്സിൻ്റെ ഒരു മാനസരചനയാണ്. അപ്പം മനസ്സിൽ നിന്ന് ഭിന്നമായോ വ്യത്യസ്തമായോ ഒരു പ്രപഞ്ചം ഇവിടെ ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ആ പ്രപഞ്ചത്തിനെ ആധാരമാക്കി എന്താ ഇവിടെ ഗുണം, ദോഷം, കാര്യം, അകാര്യം, വിധി, നിഷേധം എന്ന് പറയാനുള്ളത്? ഒന്നുമില്ല. സ്വം വേദ്യം ഗഗനസദൃശം, സ്വം വേദ്യം ഗഗനസദൃശം. ആകാശതുല്യമായിരിക്കുന്ന അവനവൻ്റെ അന്തർമണ്ഡലത്തെയാണ് നാം കാണേണ്ടത്. അതിനെയാണ് മനസ്സിലാക്കേണ്ടത്. ഈശ്വരനെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളാത്മാവിനെ അനുഭവിക്കുക എന്നാണ് അർത്ഥം. നമ്മളിൽ നിന്ന് പുറമേ മേഘങ്ങൾക്കപ്പുറത്ത് എങ്ങോ വിരാജിക്കുന്ന ഒരു ഈശ്വരനെ കൊടയും വടിയും ഇല്ലാതെ പോയി കണ്ട് അങ്ങോട്ട് നമസ്കരിക്കുക എന്നല്ല അതിനർത്ഥം. ഉള്ളിലുള്ള ആ അന്തസ്സത്തെ സാക്ഷാത്കരിക്കുക എന്ന അർത്ഥം. പൂർണ്ണതത്വപ്രകാശം. അവിടെ ഉണ്ടാകാൻ പോകുന്നത് തത്വം പൂർണ്ണമായി പ്രകാശിക്കും. ആനന്ദാഖ്യം സമരസഘനെ ആനന്ദാഖ്യം. ആനന്ദം, അതിൻ്റെ പേരാണ് ആനന്ദം. നിങ്ങൾ സാധാരണ അനുഭവിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഒരു തരത്തിൽ രോമാഞ്ചജനകമായിരിക്കുന്ന സുഖമാണ്. അത് തൊലിയും ഇന്ദ്രിയങ്ങളും നാവും കണ്ണുമൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇതങ്ങനെയല്ല. പുറം വസ്തുക്കളെ ഒന്നിനെയും ആശ്രയിക്കാതെ ഉൾ സത്തയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അവിടുന്ന് സ്വയം നിർഗളിക്കുന്നതായ വിശേഷപ്പെട്ട സുഖദുഃഖാതീതമായിരിക്കുന്ന ആനന്ദം. ആനന്ദാഖ്യം സമരസധനെ ബാഹ്യം അന്തർവിഹീനേ. അവിടെ ബാഹ്യവുമില്ല അന്തരവുമില്ല. ഇതാ ഒന്ന് പുറത്ത്, പിന്നെ ഒന്ന് അകത്ത്. ചിന്തകളെല്ലാം അകത്ത്, വസ്തുക്കളെല്ലാം പുറത്ത്. ഇങ്ങനെ ബാഹ്യപ്രതീതിയും ആന്തരപ്രതീതിയും ജനിക്കുന്നത് ഒരേ മനസ്സിലാണല്ലോ. മനസ്സൃഷ്ടമല്ലേ ഈ ബാഹ്യപ്രതീതിയും ആന്തരപ്രതീതിയും? നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ടോ? എന്തിനാണ് ഈ ഏകാദശം കേൾക്കണം കേൾപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ഡയറക്ടറോട് നിങ്ങൾ പറഞ്ഞതാവോ? അതിനൊരു മറുപടി എനിക്ക് കിട്ടണം. എന്തിനാ നിങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞത്? ഉറങ്ങുന്നവനെ വിളിച്ച് അത്താഴില്ല എന്ന് പറഞ്ഞ മാതിരി ആവരുത്. ഞാൻ വളരെ മടിയോട് കൂടിയിട്ടാണ് സമ്മതിച്ചത് ഏകാദശം പറയാമെന്ന്. അത് പറയാനുള്ളവൻ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞു. ഞങ്ങളെപ്പോലെയുള്ളവരാണത് പറയേണ്ടത്. ആദ്യം ഞാൻ പറഞ്ഞു പണ്ഡിതന്മാരുടെ അടുത്ത് പൊക്കോളൂ എന്ന്. അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ ഏകാദശമാണെങ്കിൽ ഞാൻ പറയാം, ഞങ്ങളാണത് പറയാൻ ഉത്തമോത്തമന്മാരായിട്ടുള്ളവരെന്ന് പറഞ്ഞു. ഇതാ പറയണു.
നിങ്ങൾ കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പറയുന്നതിൽ ഒരു കുറവുമില്ല, കേൾക്കുന്നതിലും ഗ്രഹിക്കുന്നതിലുമോ? ഇതിന് മറുപടി നിങ്ങൾ പറയണം. ആനന്ദാഖ്യം സമരസധനെ ബാഹ്യമന്തർവിഹീനേ. അവിടെ ബാഹ്യവുമില്ല അന്തർഭാഗവുമില്ല, രണ്ടുമില്ലാത്ത നിലയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ കോ വിധി കോ നിഷേധ. ശുകമഹർഷി പറയുകയാണ് ശുകാഷ്ടകത്തിൽ, അങ്ങനെയുള്ള ഒരു നിസ്ത്രൈഗുണ്യ വീഥിയിൽ പഥത്തിൽ സഞ്ചരിക്കുന്ന എനിക്ക് എവിടെയാണ് വിധി, എവിടെയാണ് നിഷേധം? അതുകൊണ്ടല്ലേ 16 വയസ്സായ ആ കുട്ടി ഉടുതുണി ഒന്നുമില്ല, ഒരിഴ പോലുമില്ല, നഗ്നന. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അദ്ദേഹം സംസാരിക്കുന്നതും മറയില്ലാതെ, ഒളിവില്ലാതെ, വളവില്ലാതെ, പിരിയില്ലാതെ, അങ്ങനെ തെളിഞ്ഞ് 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 അങ്ങനെ ശുദ്ധ നിർമ്മലമായിട്ടുള്ള ഒരു നിർഗളനമാണത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒന്നും വെച്ച് കെട്ടാനില്ല, അതുപോലെ പുറത്തും ഒന്നും വെച്ച് കെട്ടാനില്ല. നമ്മളൊക്കെ ഇങ്ങനെ ആഡംബരപൂർണ്ണം വസ്ത്രം ധരിക്കുന്നത് എന്താ? ഞാൻ ആഡംബരപൂർണ്ണം ഇല്ലെങ്കിലും നിങ്ങളൊക്കെ ധരിക്കുന്നുണ്ടല്ലോ. ഈ ആഡംബരപൂർണ്ണം വസ്ത്രം ധരിക്കുന്നത് എന്തിനാ? മറയ്ക്കാനും. മറയ്ക്കാതെ മറയ്ക്കാൻ, മറച്ച് മറച്ച് കാണിച്ചു കൊടുക്കാൻ. അങ്ങനെയൊക്കെയാണല്ലോ. മറച്ചത് കഴിച്ച് ബാക്കിയുള്ളത് കാണണം. അത് എത്ര കാണണം എന്നുള്ളതിൽ ഇപ്പോൾ സംശയമാണ്. ഇതുവരെ തുറക്കണം എന്നൊക്കെയാണ് അപ്പോൾ ആലോചന ഓരോരുത്തർക്ക്. ശുകമഹർഷിക്ക് അതില്ല, അദ്ദേഹം പറയുന്നതിലും അതില്ല. അപ്പം ഞാൻ പറയുന്നത് നഗ്ന സുന്ദരമായിരിക്കുന്ന സത്യമാണെന്നുള്ളതിൻ്റെ ഒരു പ്രതീകമാണ് അദ്ദേഹം മറയില്ലാതെ അവധൂതനായി നടന്നത്. ആ ശുകാഷ്ടകമാണ് 3 ശ്ലോകം ഞാനിവിടെ പറഞ്ഞത്. എവിടുന്നാ പറയാൻ തുടങ്ങിയത്? ദോഷബുദ്ധ്യോ ഭയാതീതോ നിഷേധാന്ന നിവർത്തതേ ഗുണബുദ്ധ്യാച വിഹിതം ന കരോതി യഥാർഭകഃ. ദോഷബുദ്ധി ഇല്ലാത്തതിനാൽ നിഷേധമായിട്ട് ഒന്നിൽ നിന്നും ആ ആൾ പിൻവലിയുന്നില്ല. ഗുണവിചാരമോ ഗുണം വേണം എന്നുള്ള വിചാരമോ ഇല്ലാത്തതിനാൽ വിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുമില്ല. എന്നാൽ പിന്നെ അദ്ദേഹം പരോപദ്രവിയായി ജീവിക്കുകയോ ഇല്ല. കുട്ടിയെപ്പോലെ ആർക്കും ഒരുപദ്രവവുമില്ലാതെ ശുദ്ധ സരളമായ മനസ്സോടുകൂടി എല്ലാവർക്കും മാംഗല്യം അരുളാൻ പറ്റിയ തരത്തിൽ സരളഹൃദയനായി, സ്വച്ഛഹൃദയനായി, പരോപകാരിയായേ ജീവിക്കുള്ളൂ. ഒരാൾ മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യുന്നത് സ്വാർത്ഥം കൊണ്ടും ആശ കൊണ്ടും അസൂയ കൊണ്ടുമാണ്. അങ്ങനെയുള്ള മനോവികൃതികളൊന്നും ആ ആൾക്കില്ലെങ്കിൽ പിന്നെ എന്തിനു ദോഷം ചെയ്യണം? എന്തിനാ ദോഷം ചെയ്യുന്നത്? ശുദ്ധ നിർമ്മലമായിരിക്കുന്ന ജലം ആഴം കുറഞ്ഞൊരു തടാകത്തിലുണ്ട്. അതിലാരെങ്കിലും വീണ് മുങ്ങിച്ചാവുമോ? മുങ്ങിച്ചാവില്ല. അങ്ങനെ കൂലം കുത്തി ഒഴുകുന്ന ഒരു പുഴയൊന്നുമല്ല. ആഴം കുറഞ്ഞ ഒരു തടാകമായിട്ടിരുന്നാൽ ഒരു ഉപദ്രവവും ഇല്ല. അതേമാതിരി ആയിരിക്കും ഈ തത്വജ്ഞാനി. ആ നിലയിൽ ഉദ്ധവൻ എത്തിച്ചേരണം. അദ്ദേഹം അവസാനമായിട്ടൊരു ശ്ലോകം പറയുകയാണ്. എന്ത്? സർവഭൂത സുഹൃച്ഛാന്തോ ജ്ഞാനവിജ്ഞാന നിശ്ചയ പശ്യൻ മദാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. സർവഭൂത സുഹൃച്ഛാന്തോ ജ്ഞാനവിജ്ഞാന നിശ്ചയ പശ്യൻ മദാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. സർവഭൂത സുഹൃച്ഛാന്ത. ഈ വാക്കുകളൊക്കെ ഒന്ന് കേൾക്കാൻ. നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ വല്ലതിലും ഉണ്ടോ ഈ മാതിരി വൊക്കാബുലറി? സർവഭൂത സുഹൃത് ശാന്ത. നിങ്ങളുടെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഇതായിരിക്കണം വിചാരം. ആശ്രമത്തിൽ ഇന്നലെ ഒരാൾ വന്നു. അവർ 4-5 സ്ത്രീകൾ കൂടിയിട്ടാണ് വന്നത്. അമ്മയും ചെറിയമ്മയും മകളും പിന്നെ ബന്ധപ്പെട്ടവരും. അതിൽ കുറച്ച് നേരം നിങ്ങൾ എന്താ വന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആ ചെറുപ്പമായിട്ടുള്ള ആൾ അവർ മുമ്പിൽ വന്നിരുന്നു. സ്വാമിജി, എനിക്ക് ചിലത് ചോദിക്കാനുണ്ടത്. എന്താ അത്? ഞാൻ സിംഗപ്പൂരിലാണ് ജീവിക്കുന്നത്. അപ്പം ഇത്രയും കാലം ഈ പുറം മോടിയിലൊക്കെ വിശ്വസിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കാലം നടന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊന്നുമല്ല ശരി. നമുക്കൊരു ഉൾഭാഗമുണ്ട്. ആ ഉള്ളഴകനും ഉൾതൃപ്തിക്കും വേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ ഈ പുറംപൂച്ച എന്നുള്ളതിൽ നിന്ന് മനസ്സ് പിൻവലിഞ്ഞിരിക്കുക. അതുകൊണ്ട് എനിക്ക് ഉള്ളഴകുണ്ടാവണം. എൻ്റെ കുട്ടികൾ ഇപ്പോഴും മുതിർന്നുകൊണ്ടിരിക്കുക. അവരെ എങ്ങനെയാണ് വളർത്തേണ്ടത്? അവരെ നല്ല പോലെ വളർത്തിക്കൊണ്ടുവരാൻ എന്താ വേണ്ടതെന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനെ തുടർന്ന് മറുപടികളൊക്കെ പറഞ്ഞു. അതിനിടയിൽ അവർ പറഞ്ഞൊരു കാര്യമാണ്. അമേരിക്കയിൽ നിന്ന് ഒരു ടെലിഫോൺ കോൾ വന്നു. അപ്പോൾ അവർ പറയുക, സ്വാമിജി എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രായമായിട്ടുള്ളൊരു സ്ത്രീയാണ്, ഭർത്താവില്ല, ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന ആളാണ്, ഒരു തർക്കടമൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പറയുക, സ്വാമിജി എന്നോട് പറഞ്ഞില്ലേ വലിയ വലിയ നിറപ്പകിട്ടുള്ള വസ്ത്രമൊന്നും ഉടുക്കണ്ടാന്ന്.
അതൊക്കെ ഞാൻ പെട്ടിയിൽ വെച്ചിരിക്കുക. അതെടുത്ത് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ പോവുക. ഇപ്പം ഞാൻ ലൈറ്റ് കളറേ ധരിക്കുന്നുള്ളൂ, നിവൃത്തി ഉണ്ടെങ്കിൽ വെളുപ്പ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ വർത്തമാനം ഞാൻ അവരോട് പരാമർശിക്കേണ്ടായി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടെലിഫോൺ കോൾ ഇന്നലെ വന്നത്. അപ്പോൾ ആ സ്ത്രീ, മധ്യവയസ്കയായ സ്ത്രീ പറയാ, സ്വാമിജി ഞാനും പെട്ടിയിൽ ഇതുമാതിരി ഒക്കെ എടുത്തു വച്ചിരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ മനസ്സിന് വരുന്ന മാറ്റം നോക്കൂ. ഇപ്പം അവർക്ക് തോന്നിയത്രേ. ഇപ്പം ഇന്നലെ അവർ ധരിച്ചു വന്നത് ഏതാണ്ട് ഇതോട് ഉപമിക്കാവുന്ന ചില വസ്ത്ര കളറുകളാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ കളർ പലതും ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ നിറമൊക്കെ അവർ തട്ടിയെടുത്തിരിക്കുക. എനിക്കത് തീരെ ഇഷ്ടമില്ല ഈ നിറം ഇങ്ങനെ വിതരണം ചെയ്യണത്. എന്നാലും അവരിപ്പോൾ എല്ലാ സ്ഥലത്തും ബ്ലൗസ് എന്തെങ്കിലുമൊക്കെ ഇതിങ്ങനെ ഇട്ട് നടക്കുക, പകുതി സന്യാസിമാരായിട്ട്. പക്ഷെ അത് വസ്ത്രത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് തകരാറ്, മനസ്സുകൊണ്ടും കൂടി വേണം. അപ്പം അതൊക്കെ ഇട്ടി വെച്ചിരിക്കുക. ഞാനിപ്പോൾ അത് രാമകൃഷ്ണ മിഷനിലോ എവിടെയെങ്കിലും ഒന്ന് ചെന്ന് കൊടുക്കുക. ഇവിടെയും ചിലർ പഴയ വസ്ത്രങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ടായി. ഞങ്ങളിവിടെ കൊടുന്ന് എല്ലാവർക്കും കൊടുത്തു. പക്ഷേ ഞങ്ങൾ പഴയ വസ്ത്രം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം നമ്മൾ പുതിയ വസ്ത്രം മേടിച്ചിട്ടാണ് കൊടുക്കണേ എന്നും സാപേക്ഷികമായി പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞാനിത് എന്തിനാണ് നിങ്ങളോട് പറഞ്ഞത്? അവരെന്നോട് ചോദിച്ചതാണ്, ഈ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം, അതിനെന്താ വേണ്ടത്? സർവഭൂത സുഹൃച്ഛാന്തോ ജ്ഞാനവിജ്ഞാന നിശ്ചയ പശ്യൻ മതാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. സർവഭൂത സുഹൃത് ശാന്ത. എന്തിനാ ഞാനിത് പറഞ്ഞത്? സിംഗപ്പൂരിലുള്ള ആ ഒരാളിവിടെ വന്ന് സംസാരിച്ചു എന്ന്. സർവഭൂത സുഹൃത് കുട്ടികളോട് നിങ്ങൾ പറയേണ്ട വാക്കാണിത്. മോനെ, നീ എൻ്റെ ഗർഭത്തിൽ നിന്ന് ജനിച്ചു, ഈ വീട്ടിലൊരംഗമായി ജനിച്ചു എന്നുണ്ടെങ്കിലും നീ ഈ രാജ്യത്തിൻ്റെ പൗരനാണ്, ലോകത്തിൻ്റെ പൗരനാണ്, വിശ്വത്തിൻ്റെ സന്തതിയാണ്. എല്ലാവരെയും നീ നിന്നെപ്പോലെ ജനിച്ച കുട്ടികളായിട്ട് കണക്കാക്കണം. അങ്ങനെ ഒരു സർവഭൂത സുഹൃത് ഭാവം നിൻ്റെ മനസ്സിൽ വരട്ടെ. ശരീരത്തിനല്ല ഈ ഭാവം. അത് 21 വയസ്സ് കഴിഞ്ഞാൽ നിൽക്കും, അതിന് പിന്നെ വളർച്ചയില്ല. വളരേണ്ടത് മുഴുവൻ മനസ്സാണ്. അപ്പോൾ ആ കുട്ടികളുടെ ഉള്ളിൽ നിങ്ങളിങ്ങനെ നല്ല നല്ല ഭാവങ്ങൾ തൊടുത്തു വിടണം. നമ്മുടെ മനസ്സ് ഒരിക്കലും നമ്മളെ പരാജയപ്പെടുത്തരുത്. ആ മനസ്സ് എപ്പോഴും ഉന്നമനാത്മകമായി വേണം ചിന്തിക്കാനും പോകാനും എന്ന് പറഞ്ഞ് മനസ്സിനെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ പുഷ്ടിപ്പെടുത്തുക. ആ പുഷ്ടിപ്പെടുത്താനുള്ള വഴി വേണം കുട്ടികളെ പറഞ്ഞ് ധരിപ്പിക്കാൻ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആരാത് പറയുക? ഒരു പക്ഷേ ഉദ്ധവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. സർവഭൂത സുഹൃത് ശാന്ത, എല്ലാ ഭൂതങ്ങളുടെയും സുഹൃത്തായിത്തീരണം ഉദ്ധവ. ദ്വാരകാവാസികളോട് മാത്രം സുഹൃദ്ഭാവം പോരാ, എല്ലാ സ്ഥലത്തും. ഞാൻ ദ്വാരക വിട്ട് ഈ ഭൂമണ്ഡലത്തിൽ മുഴുവനും സഞ്ചരിക്കാൻ പറയുന്നത് എന്തിനു വേണ്ടിയാ? പോകുന്നയിടത്തൊക്കെ നാം കാണുന്നവരെ സുഹൃത്തുക്കളായിത്തീരണം. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ വീടില്ല, വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ ആരുമില്ല ഭക്ഷണം തരാൻ. ആരെങ്കിലും തന്നിട്ട് വേണം നമുക്ക് കഴിയാൻ. അതാണല്ലോ ഈ സഞ്ചാരത്തിൻ്റെ മഹിമ. നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് നിങ്ങളെ വീട്ടിലിരുന്ന് വേണ്ടി വന്ന ആ ഹോട്ടലിലേക്ക് ചെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സുഹൃദ്ഭാവം വരില്ല. വീട് വിട്ട് പുറത്തേക്ക് കിടക്കൂ. അപ്പോൾ എവിടുന്നെങ്കിലും ഭക്ഷണം വല്ലവരും തന്നിട്ട് വേണം. അപ്പോഴേ നമുക്ക് ബാക്കിയുള്ളവരോട്, ഭക്ഷണം തരുന്നവരോടുള്ള ഒരു കൂറ് പോലെ ഉണ്ടാവുള്ളൂ. സർവഭൂത സുഹൃച്ഛാന്തോ ജ്ഞാനവിജ്ഞാന നിശ്ചയ. ജ്ഞാനവിജ്ഞാന നിശ്ചയ. ഉദ്ധവൻ എന്താകണം? ജ്ഞാനവിജ്ഞാനമായിരിക്കണം എല്ലാ കാര്യത്തിലും നിശ്ചയം. അതിൽ ഉറച്ച ബുദ്ധി വേണം. ജ്ഞാനം കൊണ്ടും വിജ്ഞാനം കൊണ്ടും നിശ്ചയിക്കപ്പെട്ടതാവണം എല്ലാ കാര്യങ്ങളും. ആ ജ്ഞാനവിജ്ഞാന നിശ്ചയം എന്താ? പശ്യൻ മതാത്മകം വിശ്വം. ഈ ലോകത്തിന് മുഴുവനും മതാത്മകമായി കാണുക. ഒന്നിലോ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ് ഈ ലോകം മുഴുവനും പ്രസരിച്ച് കിടക്കുന്നത്. ഇത് മുഴുവനും അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിലോ അവനവൻ്റെ തന്നെ ആത്മാവിൻ്റെ വികസിത രൂപമാണ് ഈ ലോകം എന്ന് കാണണം. വാസ്തവത്തിൽ ഇത് മതാത്മകത്വമാണത്. ലോകം ബ്രഹ്മത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആത്മാവിനെ തന്നെ വെളിപ്പെടുത്തുന്നതാണ് ചിന്തകൾ, മനസ്സിൽ വരുന്ന ദൃശ്യങ്ങൾ, മനസ്സിൽ വരുന്ന എന്തെല്ലാം രചനയുണ്ടോ അത് മുഴുവനും തൻ്റെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പ്രഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ബാഹ്യരംഗം എന്ന് പറയുന്ന പ്രപഞ്ചം. അപ്പോൾ ആ പ്രപഞ്ചത്തിൽ മുഴുവൻ വിലസി കാണുന്നത് എന്താ? തൻ്റെ ഉള്ളിലുള്ള ഉൾസത്തയുടെ ബാഹ്യവും ആന്തരവുമായിരിക്കുന്ന പ്രഭാവമാണ്. എല്ലാവരും പറയും ഈ ലോകം ഈശ്വരനെ മറയ്ക്കുന്നു എന്ന്. ഭൂമാനന്ദ സ്വാമിജിക്ക് പറയാനുള്ളത് എന്താ? ഈ ലോകമാണ് ഈശ്വരനെ വെളിപ്പെടുത്തുന്നത് എന്ന്. ഈ ലോകത്തെ കണ്ടിട്ട് വേണം ഈശ്വരനെക്കുറിച്ച് ആലോചിക്കാൻ. നമുക്കിപ്പോൾ അനന്തത എന്നൊരു മാത്ര പറയുന്നുണ്ട്, ഒരളവ്. ഈ അനന്തത എങ്ങനെയാണ് നമുക്ക് മനസ്സിൽ രൂപം കൊണ്ടത്? ഈ ലോകത്തിൻ്റെ അനന്തത, 4 ഭാഗം എമ്പാടുമുള്ള അനന്തത കണ്ടിട്ടാണ്.
അപ്പോൾ എമ്പാടും അനന്തത കണ്ടില്ലെങ്കിൽ അനന്തത എന്നൊരാശയം നമുക്ക് എങ്ങനെ രൂപപ്പെടുത്താൻ പറ്റും? അപ്പോൾ ഈ ലോകം മുഴുവനും വെളിപ്പെടുത്തുന്നത് ഈശ്വരത്വത്തിനെയും ഈശ്വര വൈഭവത്തിനെയുമാണ്. അങ്ങനെ ഈ വിശ്വത്തെ മതാത്മകമായി കണ്ട് ന വിപദ്യേത വൈ പുനഃ. അങ്ങനെ വന്നാൽ ഉദ്ധവന് ഒരു കാലത്തും ഒരു തരത്തിലുള്ള ആപത്തോ വിപത്തോ വിഷമോ ഉണ്ടാവില്ല എന്ന്. സർവഭൂത സുഹൃച്ഛാന്തോ ജ്ഞാനവിജ്ഞാന നിശ്ചയ പശ്യൻ മതാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. ശ്രീകൃഷ്ണൻ എല്ലാം കൂടി 6 ശ്ലോകമാണ് പറയുന്നത്. ആ 6 ശ്ലോകത്തിൽ 6ാമത്തതാണ് ഞാനിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ന വിപദ്യേത വൈ പുനഃ. ഒരു തരത്തിലും വിപത്ത് പിണയില്ല, ആപത്ത് പിണയില്ല, ഇടച്ചിലുണ്ടാവില്ല, തടസ്സമുണ്ടാവില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു വിധത്തിലും തടസ്സമില്ലാത്ത ഒരു അനുഭവം, ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിച്ചാൽ അതിലേറെ വൈഭവം എന്തുണ്ട്, നേട്ടം എന്തുണ്ട്, മഹിമ എന്തുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ മുഴുവനും സൂത്രധാരൻ ആരാ? മനസ്സാണ്. ആ മനസ്സിലുള്ള ഉഭയചിന്തയാണ് ഈ ആപത്ത് മുഴുവൻ വരുത്തി തീർക്കുന്നത്. ഉഭയത്തിനെ അങ്ങോട്ട് അതിക്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ താണ്ടി കടന്നാൽ പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല. ശ്രീകൃഷ്ണൻ പിന്നീട് പറയുന്ന ഒരു ശ്ലോകം ഇതിനോട് ബന്ധപ്പെടുത്തി എൻ്റെ മനസ്സിൽ തോന്നുന്നത് പറയാം. നിഷ്കിഞ്ചനാമയീ അനുരക്തചേതസഃ ശാന്താമഹാന്തോ അഖില ജീവവത്സലാഃ കാമൈരനാലബ്ധധിയോ ജുഷന്തിയത് തന്നൈരപേക്ഷ്യം ന വിദുസുഖം മമ. ഈ ലോകത്തിലെ എല്ലാവരും സുഖമില്ല, തൃപ്തിയില്ല എന്നിങ്ങനെ പാട്ട് പാടുന്നുണ്ടല്ലോ. ഈ പാട്ടൊക്കെ നിർത്തണം. ശ്രീമദ് ഭാഗവതം പറയുന്നത് എന്താ? താപത്രയം രചിക്കുന്നതാണ് ഈ ലോകം. അത് വിദ്വാനും ജനിക്കും, അവിദ്വാനും ജനിപ്പിക്കുമത്. 2 പേർക്കും ഒരുപോലെ രചിക്കുമത്. ആ താപത്രയം തുടച്ചു മാറ്റാൻ നമ്മുടെ മനസ്സാണ്, അനുഭവിക്കുന്നത് നമ്മുടെ മനസ്സാണ്, തുടച്ചു മാറ്റാനും നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് എങ്ങനെയാവും? നിഷ്കിഞ്ചനാമയി അനുരക്തചേതസഃ. ഒന്നിനോടും നമുക്ക് എൻ്റെ ആണെന്നുള്ളൊരു തോന്നലുണ്ടാവരുത്. എൻ്റെ ആണെന്നുള്ള തോന്നൽ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ നിഷ്കിഞ്ചനായി. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ദേഹത്തോടാണ് എൻ്റെ എന്നുള്ള തോന്നൽ. വാസ്തവത്തിൽ ഈ ദേഹം നമ്മുടെയല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ആവർത്തിക്കുന്നില്ല. അത് ഈ ലോകം രചിച്ചതോ നിർമ്മിച്ചതോ രൂപപ്പിടിച്ചതോ രൂപഭാവന ചെയ്തതോ ഒന്നും നമ്മളല്ല, അച്ഛനുമല്ല അമ്മയല്ല. ബാക്കി പ്രകൃതിയുടെ പല രചനകളും ഉള്ളതുപോലെ മനുഷ്യദേഹവും ഒരു രചനയാണ്. അതിലെ ഉള്ളിലുള്ള തലച്ചോറ് എല്ലാം പ്രകൃതി രചിച്ചതാണ്. അങ്ങനെയുള്ള ഒരു ശരീരം കൊണ്ടാണ് നാം പലതും നേടിയെടുക്കുന്നതും എൻ്റേതാണെന്ന് അഭിമാനിക്കുന്നതും. നമ്മുടെ വീടാണെങ്കിൽ നമ്മുടെ വീട് നമ്മുടെ കൈകൾ കൊണ്ടും പണിക്കാരുടെ കൈകൾ കൊണ്ടും കെട്ടിയുണ്ടാക്കിയതാണ് വീട്. എല്ലാ സൗകര്യങ്ങളും ഓരോരുത്തർ മിനഞ്ഞ് മെനക്കെട്ട് ഉണ്ടാക്കി തന്നതാണ്. അപ്പം അത് മുഴുവനും ദേഹം നമ്മുടെ അല്ല എന്ന് വന്നാൽ ഈ ദേഹം കൊണ്ട് സമ്പാദിക്കുന്നത് ഒന്നും നമ്മുടെ അല്ലല്ലോ. അതുകൊണ്ടാണ് നിഷ്കിഞ്ചന. കിഞ്ചനൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നിനോട് തൻ്റേത് എന്നുള്ളൊരു തോന്നൽ വന്നവൻ. അതും കൂടിയില്ല. ഒരു സൂചിയുടെ തുമ്പ് പോലും എൻ്റെ അല്ല, കടുകുമണി പോലും എൻ്റെ അല്ല എന്നിങ്ങനെ നിഷ്കിഞ്ചന ഭാവം വന്നാൽ എന്തായിരിക്കും അത് വരാനുള്ള കാരണം? മൈ അനുരക്തചേതസഃ. എന്നിൽ അനുരക്തമായിരിക്കുന്ന മനസ്സോടു കൂടിയവൻ. എന്താ ഈ അനുരക്തം എന്നുള്ള വാക്കിനർത്ഥം? അനുരാഗം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹമാണ്. എവിടെ നമുക്ക് സ്നേഹം തോന്നിയോ ആ സ്നേഹം മനസ്സിനെ സ്നിഗ്ധമാക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് പുറമെ വേറെ വല്ലതും വേണോ പിന്നെ സന്തോഷിക്കാൻ? സ്നേഹം തന്നെ സന്തോഷകമാണ്. അപ്പോൾ ഈശ്വരനോട് അനുരാഗം തോന്നുന്ന മനസ്സുള്ളവർ, നിങ്ങൾക്ക് ഈശ്വരനെ ഭയമുണ്ടാവും, ആദരവുണ്ടാവും. എപ്പോൾ നോക്കിയാലും നിങ്ങൾ വണങ്ങും, ബഹുമാനിക്കും. പോരാ 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 ഒക്കെ മാറ്റി എഴുതിക്കോളും. ഈശ്വരനെ നിങ്ങൾ സ്നേഹിക്കുക മാത്രമേ ആകാവൂ. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ ആളുടെ മുഖം കാണുന്നത് സന്തോഷമാണ്, ആ ആളെക്കുറിച്ച് ചിന്തിക്കുന്നത് സന്തോഷമാണ്, ആ ആളുടെ എന്ത് സംസർഗവും നമുക്ക് സന്തോഷമാണ്. നമുക്ക് ഈശ്വരനോട് സ്നേഹം തോന്നിയാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷ ശരീരമായ ഈ ലോകത്തിൽ എന്ത് കണ്ടാലും നമ്മുടെ മനസ്സിന് സന്തോഷമാണ്. നമ്മുടെ ശരീരത്തിൽ മലദ്വാരമുണ്ട്, ഭക്ഷണത്തിനുള്ള വായുവുണ്ട്. ഒന്നിൽ നിന്ന് ദുർഗന്ധമാണ് പുറത്തു വരിക, ഒന്നിൽ നല്ല സാധനങ്ങളാണ് നമ്മൾ ഫീഡ് ചെയ്യുക. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ അംഗങ്ങളാണ്. മലദ്വാരത്തിന് ഇഷ്ടപ്പെടാതെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മലദ്വാരമില്ലാതെ ഒരു ശരീരത്തിന് പ്രവർത്തിക്കാൻ പറ്റുമോ? എങ്ങാനും കേടുവരുമ്പോൾ വയറ് പൊളിച്ചൊരു കുഴലിട്ടൊരു സഞ്ചിയൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ കൊടുക്കുന്നത്. അപ്പോഴും മലത്തിന് പോകാനുള്ള അവസരം വേണം. അപ്പോൾ മലദ്വാരത്തിൽ എന്താ തകരാറ്? അത് വൃത്തിയാക്കി വെച്ചാൽ മതി. വായും മലദ്വാരവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല പ്രാധാന്യത്തിൽ. അപ്പോൾ ഇവിടെ എന്ത് കണ്ടാലും അതിനോട് അനുരാഗം തോന്നണം. അനുരക്തചേതസഃ.
ആ അനുരാഗമാണ് ഇവിടെ ക്യാച്ച്. അതാണ് ഇതിൻ്റെ രഹസ്യം. ഈശ്വരനെ നിങ്ങൾ ബഹുമാനിച്ചത് കൊണ്ടായില്ല, ആദരിച്ചത് കൊണ്ടായില്ല, പേടിച്ചത് കൊണ്ടായില്ല, വലിയ വലിയ വസ്തുക്കൾ നൽകി അലങ്കരിച്ചത് കൊണ്ടോ നിവേദ്യം നൽകിയത് കൊണ്ടോ കാര്യമായില്ല. 100 ലിറ്റർ പായസം നമുക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ ആയില്ല. അനുരാഗമുണ്ടോ എന്നാണ് ചോദ്യം. അപ്പം എന്നിൽ അനുരക്തമായ ചേതസ്സോട് കൂടിയവർ ശാന്താമഹാന്തോ അഖില ജീവവത്സലാഹ, ശാന്തന്മാർ, ശമശീലന്മാർ, മഹാന്തഹ, മഹത്തായിരിക്കുന്ന അന്തം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നവർ, മഹാത്മാക്കൾ, അഖില ജീവവത്സലാഹ, എല്ലാ ജീവജാലങ്ങളോടും വാത്സല്യം തോന്നണം. ആ സ്നേഹം എന്നുള്ളതും വാത്സല്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്നേഹം എല്ലാവരോടും തോന്നും. വാത്സല്യം സാധാരണ അച്ഛനമ്മമാർക്ക് കുട്ടികളോടും മുതിർന്നവർക്ക് ചെറിയ ആൾക്കാരോടും തോന്നുക. അതിൽ കുറച്ചും കൂടിയും ഒരു സ്നിഗ്ധതയുണ്ട്. വാത്സല്യം എപ്പോഴും സന്തോഷിപ്പിച്ചോളണം എന്നില്ല. സ്നേഹത്തിന് സന്തോഷകരത്വമുണ്ട്. വാത്സല്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയോട് എപ്പോഴും ആ വാത്സല്യഭാവം നമുക്ക് പോവില്ല. അവനൊന്നും മാന്തി പിച്ചി അടിച്ചു വികൃതി കാണിച്ചു. കൃഷ്ണനോട് യശോദയ്ക്ക് എപ്പോഴും വാത്സല്യമായിരുന്നുവല്ലോ. പക്ഷേ പല കുറുമ്പുകളും കാണിച്ച് യശോദയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടും ഉണ്ടാവും. എന്നാലും വാത്സല്യഭാവം മനസ്സിൽ നിന്ന് പോവില്ല. അതേപോലെ അഖില ജീവജാലങ്ങളോടും നമുക്കൊരു വാത്സല്യം വേണം. കാമൈഹി അനാലബ്ധധിയ, അവരുടെ ബുദ്ധിയെ ചുറ്റിപ്പറ്റി അങ്ങനെ ചുറ്റിക്കൊണ്ട് ഒരു വിധത്തിലുള്ള ആഗ്രഹങ്ങളോ ആശകളോ അഭീഷ്ടങ്ങളോ അഭിലാഷങ്ങളോ ഉണ്ടാവരുത്. അങ്ങനെ ആയാൽ കാമൈരനാലബ്ധധിയ, നമ്മുടെ ബുദ്ധി ആശ എന്ന് പറയുന്ന ആവരണങ്ങളിൽ നിന്നെല്ലാം മുക്തമായി. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, യത് ജുഷന്തി, അവർക്ക് ഉള്ളിൽ അനുഭവപ്പെടുന്നതായ ആ സുഖമുണ്ടല്ലോ, ആ സുഖത്തിന് എന്താ പേര്? നൈരപേക്ഷ്യം. ഒരു വിധത്തിലുള്ള അപേക്ഷയും ഇല്ലാതെ ബുദ്ധിയിലും മനസ്സിലും സ്വയം സ്വതസിദ്ധമായി നിർഗളിക്കുന്നതായ സുഖം, ആ നൈരപേക്ഷ്യം, ആ ഉൾസുഖമുണ്ടല്ലോ, ന വിദുസുഖം മമ, അതാണ് ഈശ്വരനിൽ നിന്ന് വരുന്ന സുഖം. നിങ്ങൾ വിചാരിക്കും ഈശ്വരനെ ചതുർഭുജധാരിയായി കണ്ട് ആ കണ്ടതിൽ നിന്നിങ്ങനെ നിർഗളിച്ച് ഫൗണ്ടൻ പോലെ വരുന്നതാ സുഖം എന്ന് പറഞ്ഞിരുന്നോളൂ, വിരോധമില്ല, അതെങ്കിലും കുറച്ച് കിട്ടട്ടെ. ശരിയായിട്ടുള്ള സുഖം അവനവൻ്റെ ഉള്ളിൽ നിന്ന്, ബുദ്ധിയിൽ നിന്നും മനസ്സിൽ നിന്നുമാണ്. ആ സുഖത്തിനെ പറ്റി ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റില്ല എന്നാണ് പറയണേ കൃഷ്ണൻ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സർവഭൂത സുഹൃച്ഛാന്ത ജ്ഞാനവിജ്ഞാന നിശ്ചയ പശ്യൻ മദാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിനക്ക് ഒരു തരത്തിലുള്ള വിപത്തോ കുണ്ഠിതോ ഒന്നും ഉണ്ടാവില്ല എന്ന്. യോഗവാസിഷ്ഠ രാമായണത്തിൽ വസിഷ്ഠർ ഉപദേശിക്കുന്ന ഒരു ശ്ലോകമുണ്ട്, മനസ്സെങ്ങനെ വികസിക്കണു എന്നുള്ളതിനെപ്പറ്റി. അയമേവാഹമിത്യസ്മിൻ സങ്കോചേ വിലയം ഗതേ സമസ്തഭുവനവ്യാപി വിസ്താര ഉപജായതേ. ഈ മനസ്സിലാണ് ഈ സാർവജനീനമായിരിക്കുന്ന മാനം ഉടലെടുക്കുന്നത്. അതെങ്ങനെയാ? അതിന് തടസ്സമായിട്ടുള്ളതാണ് ഞാൻ സങ്കുചിതനായ ഒരു വ്യക്തിയാണെന്നുള്ള തോന്നൽ. അപ്പോൾ വസിഷ്ഠ മഹർഷി പറയുകയാണ്, അയമേവാഹമിത്യസ്മിൻ സങ്കോചേ, നമ്മളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു സങ്കോചമുണ്ട്. സങ്കോചം എന്ന് പറഞ്ഞാൽ ഇടുക്കം. ആ ഇടുക്കം എന്താ? അയമേവാഹം, ഈ ശരീരത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നവനാണ് ഞാൻ. ശരീരം വിട്ട് എനിക്കൊരു വ്യാപ്തിയുമില്ല. ആ ശരീരം ജനിച്ച അച്ഛനമ്മമാർ മാത്രമാണ് എനിക്ക് വേണ്ടപ്പെട്ടവർ. സഹോദരങ്ങളുണ്ടെങ്കിൽ അവരും, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരും, അതിലുള്ള കുട്ടികളും, അങ്ങനെ വളരെ പരിമിതമായ ഇടുക്കത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു ഗണനയാണ് അവരവരെ പറ്റി എല്ലാവർക്കും. ആരാ താൻ? ഞാൻ ഇന്ന ആളുടെ മകനാ, മകളാ. കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉവ്വ്, എനിക്ക് ഭാര്യയുണ്ട്, 2 കുട്ടികളും ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, 2 കുട്ടികളും ഉണ്ട്, 2 സഹോദരന്മാരും ഉണ്ട്. ഇതന്നെ അയാളുടെ ലോകം. അങ്ങനെയുള്ള ആ ഇടുക്കമുണ്ടല്ലോ, അയമേവാഹം. ആ ഇടുക്കം തുടങ്ങുന്നത് നമ്മുടെ ദേഹത്തിൽ നിന്നാണ്. ദേഹം പരിമിതമാണ്, എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമാണ്. ആ ഇടുക്കം വിലയം ഗതേ, അതിനെ ഒരു സങ്കോചമായി, ഒരു ഇടുക്കമായി നിങ്ങൾ പരിഗണിക്കൂ. അതങ്ങോട്ട് വിലയം ഗതേ, അതങ്ങോട്ട് ലയിച്ചു. എങ്ങനെയാ ലയിക്കുക? ഈ പറയുന്ന തത്വകഥനങ്ങളൊക്കെ വേണ്ടതുപോലെ കേട്ടതിങ്ങനെ മനനം ചെയ്ത് അത് നല്ല പോലെ ഉറപ്പിച്ച് നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി ഇങ്ങനെയുള്ള താത്വിക വിചാരങ്ങളും മനനങ്ങളും സ്വയം ഉടലെടുക്കാൻ തുടങ്ങണം. നിങ്ങളിത് കേട്ടതുകൊണ്ടായില്ല. കേട്ടതിൽ പല കാര്യങ്ങളുണ്ടാവും. അതിൽ ചിലതെങ്കിലും എടുത്ത് മനനം ചെയ്യൂ. മനനം ചെയ്തത് നിങ്ങളുടെ മനസ്സിൽ അലിഞ്ഞു ചേരട്ടെ. എന്നിട്ട് നിങ്ങളുടെ സ്വയം മനോവൃത്തികളായി, സ്മരണകളായി, ചിന്തകളായി അങ്ങനെ സ്വയം അവനവൻ്റെ ഉള്ളിൽ നിന്ന് വരണം. വല്ലവരും പറഞ്ഞ് കേൾക്കുകയല്ല, അവനവൻ തന്നെ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങണം. അങ്ങനെ വന്നു കഴിഞ്ഞാലോ ഈ ഇടുക്കം അങ്ങോട്ട് ലയിച്ചു പോവും.
സമസ്തഭുവനവ്യാപീ വിസ്താര ഉപജായതേ. ഈ ലോകം മുഴുവനും വ്യാപിക്കത്തക്ക വിധത്തിലുള്ള ഒരു വിസ്തൃത ഭാവം നിങ്ങളുടെ ഇടുങ്ങിയ മനസ്സിൽ ഉദയം കൊള്ളും. ആ ഉദയമാണ് ഏറ്റവും വിശേഷപ്പെട്ടത്. അയമേവാഹമിത്യസ്മിൻ സങ്കോചേ വിലയം ഗതേ സമസ്തഭുവനവ്യാപീ വിസ്താര ഉപജായതേ. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരിക, സ്വാമിജി ഇതൊക്കെ സാധ്യമാണോ? അതേ സാധ്യ. ഇതല്ലാതെ പിന്നെ ഏതാ സാധ്യമാവുക? നിങ്ങളുടെ ശരീരം അങ്ങോട്ട് വികസിച്ച് അങ്ങോട്ട് വലുതാവുക. അയ്യപ്പോ നിങ്ങളുടെ ശരീരം വികസിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഡോക്ടർമാരൊക്കെ മുട്ടുകുത്തും. എവിടെയാണ് നിങ്ങളെ കൊണ്ടിടുക എന്നറിയില്ല. വീട്ടിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല, നാട്ടിലും പറ്റാണ്ടാവും. ഈശ്വരൻ അങ്ങനെ വികസിക്കണില്ലല്ലോ. അദ്ദേഹം അതിസൂക്ഷ്മമായി ഇടതൂർന്ന് വിലസിക്കുക. അദ്ദേഹം ഇരുന്നിങ്ങനെ വികസിക്കാൻ തുടങ്ങിയാൽ ലോകത്തിന് തന്നെ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വികാസം എന്ന് പറയുന്നത് ഉള്ളിലാണ്. ഹനുമാൻ ശ്രീരാമനെ നോക്കി പറയുകയാണ്. ഹനുമാൻ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭു ആയിരുന്നല്ലോ. ഹനുമാൻ സ്വതവേ സുഗ്രീവന്റെ മന്ത്രിയാണ്. ആ മന്ത്രി എന്നുള്ള നിലയ്ക്കാണ് രാമനും ലക്ഷ്മണനും കൂടി ഋഷ്യമൂകത്തിനടുത്ത് താഴത്ത് വന്ന് ഇങ്ങനെ കുന്നിൻ്റെ മുകളിൽ നോക്കി, ഇവിടെ ആൾപ്പെരുമാറ്റം കാണുന്നുണ്ടല്ലോ, വനാണ്, ഋഷ്യമൂകത്തിൽ ആരോ ഉണ്ട്, ആരാവും, നമുക്ക് പ്രയോജനമുള്ളവരാണോ, നമ്മൾ സഞ്ചരിക്കുകയാണല്ലോ സീതയെ അന്വേഷിച്ച്, സീതാന്വേഷണത്തിൽ വല്ല സഹായവും ചെയ്യാൻ ഇവിടെ വല്ലവരും ഉണ്ടോ എന്നിങ്ങനെ രണ്ടുപേരും, ആരാ, രാമനും ലക്ഷ്മണനും, എന്തു വേഷത്തിലാണ്, തപോവേഷത്തിലാണ് അവർ സഞ്ചരിക്കുന്നത്. വനവാസക്കാലാണല്ലോ. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ സീത അപഹരിക്കപ്പെട്ടു, എവിടെയാണ് പോയിരിക്കണേന്ന് അറിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും താഴത്ത് വന്നപ്പോൾ സുഗ്രീവന് പേടിയായി. ബാലികേറാ പ്രദേശം എന്ന് പറഞ്ഞിട്ടാണ് ഋഷ്യമൂകത്തിൽ തമ്പടിച്ചിരുന്നത്. അവിടെ തപോധനന്മാരായി രണ്ടുപേര് വന്നിരിക്കുന്നു. നോക്കുമ്പോൾ വില്ലും അമ്പുണ്ട് കയ്യിൽ. അപ്പോൾ വില്ലും അമ്പും കൊണ്ട് ഒരു പുതിയ വേഷത്തിൽ വന്നിട്ടുള്ള കൂട്ടര് വല്ല പ്രച്ഛന്ന വേഷമാവോ, നമുക്ക് ഇവിടെ ഇരിക്കപ്പുറതിയില്ലാതെ ആയോ, ബാലി പറഞ്ഞയച്ചതാവോ എന്നൊക്കെ സംശയം തോന്നി. എന്തായാലും ഒന്ന് അന്വേഷിക്കണമല്ലോ. ആരെങ്കിലും എന്തെങ്കിലും വന്നാൽ, നമ്മുടെ വളപ്പിൽ അതിർത്തിയുടെ ഉള്ളിൽ വന്നാൽ എന്താണെന്ന് നോക്കാറില്ലേ, പുറത്ത് വന്നാലും എന്താ അവിടെ ആൾപ്പെരുമാറ്റം, എന്താണാവും ഒന്ന് സൂക്ഷിക്കും. അതുമാതിരി അവർ സൂക്ഷിച്ചു. ഒന്ന് അറിയണം പോയിട്ട്. രണ്ടുപേരാ വന്നിരിക്കണം, ഒറ്റയല്ല. കണ്ടാൽ ഒരുപോലെ ഉണ്ടേനും ദൂരത്തുനിന്ന് നോക്കുമ്പോൾ. ഹനുമാനെയാണത്രേ തീരുമാനിച്ച് പോയി പറഞ്ഞയക്കുമെന്ന്. അപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു? ഈ തപോവേഷത്തിൽ വന്നവരെ സമീപിക്കാൻ തപോവേഷം തന്നെ വേണമെന്ന് പറഞ്ഞ് തപസ്വിയായിട്ടാണത്രേ അങ്ങോട്ട് ചെന്നത്. ചെന്ന് കണ്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ടപ്പോൾ ആർക്കാണ് മൂപ്പ് ആർക്കാണ് ഇളമ എന്നറിയില്ല. അപ്പോൾ രണ്ടുപേരെയും ദ്വിവചനം ഉപയോഗിച്ച് ഒരു സ്തുതി നടത്തി നമസ്കരിച്ചു അത്രേ. എന്നിട്ട് അവർ തമ്മിൽ സംവാദമുണ്ടായി. എന്തിനാണ് ഞാനിത് പറയണത്? കാര്യം ഹനുമാൻ സുഗ്രീവൻ്റെ മന്ത്രിയായാലും ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും കണ്ടത് മുതൽ ഹനുമാൻ രാമഭക്തനായി. ആ രാമഭക്തി മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല. സീതാന്വേഷണത്തിന് പുറപ്പെട്ടപ്പോൾ അംഗദൻ്റെ കീഴിൽ ഹനുമാൻ അടക്കം തെക്ക് ഭാഗത്തേക്കാണ് പ്രധാനപ്പെട്ട ഒരു സേന പോയത്, വാനരസേന. അപ്പോൾ പുറപ്പെട്ട് തീർച്ചയാക്കിയപ്പോൾ ശ്രീരാമൻ തന്നെ ഹനുമാനെ വിളിച്ച് കയ്യിലുള്ള മോതിരം കൊടുത്തു അത്രേ, ഇതിരിക്കട്ടെ ഒരടയാളമായിട്ട് എന്ന്. എങ്ങാനും സീതയെ കണ്ട ഹനുമാൻ വാനരനാണ്, ഈ വാനരനെ എങ്ങനെയാണ് കാണുക, സംസാരിക്കുക, വിഷമിക്കരുത്, ഒരടയാളം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കൊടുത്തയച്ചത്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവാം, ഈ രാമന് ഹനുമാനോട് വലിയ വിശ്വാസമായിരുന്നു. അതിനെന്താ കാരണം? ഹനുമാന് ശ്രീരാമനോട് തോന്നിയ ഭക്തിയാണ്. ആ രാമഭക്തന്മാരിൽ വെച്ച് അഗ്രഗണ്യനാണ് ഹനുമാൻ. ആ ഹനുമാൻ ഒരു ദിവസം ശ്രീരാമനോട് പറയുകയാണത്രേ. ഹനുമാന് എന്താ തോന്നണേ എന്നെ പറ്റിയിട്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുക, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമോ, അത് ഞാനിവിടെ എന്താ സമസ്തഭുവനവ്യാപീ വിസ്താര ഉപജായതേ എന്ന് പറയുന്ന ഭാഗമാണിത്. ദേഹബുദ്ധ്യാ തു ദാസോസ്മി ജീവബുദ്ധ്യാ ത്വദംശകഃ ആത്മബുദ്ധ്യാ ത്വമേവാഹം ഇതി മേ നിശ്ചിതാമതിഃ. രാമചന്ദ്ര മഹാപ്രഭു, എനിക്ക് എന്താ പറയാനുള്ളത് ഞാനും അങ്ങയുമായിട്ടുള്ള ബന്ധത്തിനെപ്പറ്റി? ദേഹബുദ്ധ്യാ തു ദാസോസ്മി. ദേഹം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അങ്ങയുടെ ദാസനാണ് ഞാൻ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും? ദേഹബുദ്ധിയോടുകൂടി പരിഗണിക്കുമ്പോൾ ഞാൻ അങ്ങയുടെ ദാസനാണ്. എത്രത്തോളം കാലം എനിക്ക് ദേഹമുണ്ടോ, അങ്ങ് എൻ്റെ മുമ്പിലുണ്ടോ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എല്ലാം ഒരു സേവന രൂപത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കും.
എൻ്റെ ശരീരം ഉള്ളിടത്തോളം കാലം ഞാൻ ഈ ശരീരം കൊണ്ട് ദാസനാണ്. എന്നാൽ അത് മാത്രമല്ല, ജീവബുദ്ധ്യാത്വദംശക, ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് ജീവനാണ്. ആ ജീവൻ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ ഞാൻ അങ്ങയുടെ അംശമാണ്. എവിടെ പോയി കാര്യം? ദേഹം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അങ്ങ് രാമചന്ദ്രപ്രഭു വേറെ, ഞാൻ വേറെ. വേറെ എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങയുടെ ദാസനാണ്. ജീവൻ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴോ അങ്ങയുടെ അംശമായി ഞാൻ, വേറെയല്ല. അംശം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഒരു പാത്രത്തിൽ 1 കിലോ പഞ്ചസാര വെച്ചു. ആ പഞ്ചസാരയിൽ നിന്ന് 4 തരി ഇങ്ങോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ അംശമാണ്. ഓരോ തരിയും അതിൻ്റെ അംശമാണ്. അതുപോലെ ശ്രീരാമൻ്റെ തന്നെ അംശമാണ് ഞാൻ. ആത്മബുദ്ധ്യാ ത്വമേവാഹം. ഈ ജീവൻ എന്ന് പറയുന്നത് എന്താ? അത് ചേതനയാണ്, അത് ചിത്താണ്, ഒരു പ്രകാശമാണ്. അപ്പം അതിൻ്റെ സത്ത എന്താ എന്ന് അന്വേഷിച്ച് ഉണരുന്ന സമയത്ത് അങ്ങ് തന്നെയാണ് ഞാൻ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ഭാരതത്തിൻ്റെ മഹിമ. നമ്മുടെ തത്വശാസ്ത്രം വെളിപ്പെടുത്തുന്നതാണ് ഈ സത്യം മുഴുവനും. അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രംഗങ്ങളും വ്യക്തികളും സംഭവങ്ങളുമാണ് നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലെല്ലാം തന്നെ. ഒരൊറ്റ ആളിലുള്ള 3 മനസ്ഥിതിയായി പറയുന്നത്. ദേഹബുദ്ധി കൊണ്ട് ഞാൻ അങ്ങയുടെ ദാസൻ. ജീവൻ എന്ന് പരിഗണിച്ചാലോ അങ്ങയുടെ അംശമായി തീർന്നു. ആ ജീവൻ്റെയും കൂടി സത്ത എന്താന്ന് ചിന്തിച്ച് ചെല്ലുമ്പോൾ അങ്ങ് തന്നെയായി ഞാൻ. ആത്മബുദ്ധ്യാത്വമേവാഹം ഇതിമേ നിശ്ചിതാമതി. ഇതാണ് എൻ്റെ ഉറച്ച തീരുമാനം. ഇവിടെ ശ്രീകൃഷ്ണൻ പറയുണ്ടായി എന്ത്? ജ്ഞാനവിജ്ഞാന നിശ്ചയഹാന്ന്. ജ്ഞാനത്താലും വിജ്ഞാനത്താലും നിശ്ചയിക്കപ്പെട്ടവനാകണം. അപ്പം ജ്ഞാനവിജ്ഞാനം കൊണ്ടുള്ള നിശ്ചയമാണത്. അയമേവാഹമിത്യസ്മിൻ സങ്കോചേ വിലയം ഗതേ സമസ്തഭുവനവ്യാപി വിസ്താര ഉപജായതേ. ധന്യാഷ്ടകം എന്ന് പറഞ്ഞൊരു അഷ്ടകമുണ്ട്. അത് ശങ്കരാചാര്യർ രചിച്ചതാ. അതിൽ അവസാനത്തെ ശ്ലോകമാണിത്. എന്താ? വളരെ വിശേഷപ്പെട്ടതാ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എവിടെ ചെന്നാലും ചെല്ലാറുണ്ട്. കേൾക്കുന്നവർ പറയും, സ്വാമിജി ഈ ശ്ലോകം എത്ര കേട്ടാലും മതിയാവണില്ല എന്ന്. അപ്പം ഞാൻ നിങ്ങളോട് അത് പറയാ. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലത് ആവർത്തിക്കുകയാണ്. ആവർത്തനമായിട്ടല്ല പറയുന്നത്, പുതിയ ഒരു പ്രസ്താവനയായിട്ടാണ് പറയുന്നത്. സമ്പൂർണം ജഗദേവനന്ദനവനം സർവേപി കൽപ്പദ്രുമാഃ ഗാംഗം വാരി സമസ്തവാരിനിവഃ പുണ്യാഃ സമസ്താഃ ക്രിയാഃ വാചഃ പ്രാകൃത സംസ്കൃതാഃ ശ്രുതിശിരോ വാരാണസീ മേദിനി സർവാവസ്ഥിതിരസ്യ വസ്തുവിഷയാ ദൃഷ്ടേ പരബ്രഹ്മണി സമ്പൂർണം ജഗദേവനന്ദനവനം സർവേപി കൽപ്പദ്രുമാഃ. ഭാരതത്തിൽ ഞങ്ങളൊക്കെ തത്വജ്ഞാന കുതുകികളായിട്ടാണ് ജീവിതം തുടങ്ങിയത്. ഞങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? വല്ല വിധവും ഈ ലോകത്തിൽ ജീവിച്ച് സമ്പന്നനാവണം, നല്ല ഉദ്യോഗമോ മറ്റു പ്രകാരത്തിൽ സമ്പത്തോ വേണം, വിവാഹം കഴിക്കണം, കുട്ടികളുണ്ടാവണം, എൻ്റെ പേര് പറയാനും എൻ്റെ വംശമായി തുടരാനും ഒരു വംശപരമ്പര വേണം, ഇമ്മോർട്ടലൈസേഷൻ. ഇതൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ വിചാരം. ഇതൊന്നുമല്ലാതെ ഒരു നേട്ടമുണ്ട്. ആ നേട്ടം ഉൾനേട്ടമാണ്, അത് പുറം നേട്ടമല്ല. ഈ പ്രപഞ്ചം മുഴുവനും ചഞ്ചലമാണ്, നശ്വരമാണ്, ക്ഷണികമാണ്. അങ്ങനെ ക്ഷണികമോ നശ്വരമോ ചഞ്ചലമോ അല്ലാതെ അനശ്വരമായിരിക്കുന്ന ഒരു വസ്തു, ഒരു ലാഭമുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൽ പണ്ടേ പ്രസിദ്ധമാണ്. അതിനെയാണ് ഈ പരബ്രഹ്മം, ജഗദീശ്വരൻ, അന്തരാത്മാവ് എന്നൊക്കെ പറയുന്നത്. ആ ജ്ഞാനം അത് ജ്ഞാനരൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുക. ആ ജ്ഞാനം കൊണ്ടുള്ള നേട്ടമാണ് മോക്ഷം, അതുകൊണ്ടുള്ള നേട്ടമാണ് നിർവ്വാണം. ഇങ്ങനെയൊക്കെ വേണം എന്ന് വിചാരിച്ച് ഞങ്ങൾ നടന്നവരാ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഊന്നി നിൽക്കാനുള്ളത് നമ്മുടെ മനസ്സാണ്. അതിനെ പവിത്രമാക്കുക, അതിലുള്ള നൂലാമാലുകളൊക്കെ മാറ്റുക, ഉണ്ടക്കരികളൊക്കെ തുടച്ച് നീക്കുക, അതിനെ ശുദ്ധമാക്കുക. ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പം അതിനുവേണ്ടി സാധന ചെയ്യുകയാണ്. സാധന ചെയ്ത് പ്രാപ്യസ്ഥാനം എന്താ? നമുക്ക് ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും എപ്പോൾ നോക്കിയാലും എവിടെ ആയാലും അതിങ്ങനെ സന്തോഷഭരിതമായിട്ട് തോന്നണം. അതിനുള്ള വഴി എന്താ? നീല നിറത്തിലുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ട് നോക്കിയാൽ കാണുന്നതൊക്കെ നീലയാവും. അതുമാതിരി നമ്മുടെ മനസ്സിനെ പൂർണ്ണമാക്കി തീർക്കുക. അപ്പം കാണുന്നതൊക്കെ പൂർണ്ണ. സമ്പൂർണം ജഗദേവനന്ദനവനം. ഈ ലോകം മുഴുവനും നന്ദനവനമാകുമത്രേ, സ്വർഗോദ്യാനമാകും ഇത്.
സർവേപി കൽപ്പദ്രുമാഹ. ഇവിടെ ഉള്ളത് മുഴുവനും കൽപ്പക വൃക്ഷമായി തീരും. എങ്ങനെ സ്വർഗത്തിലുള്ള കൽപ്പക വൃക്ഷമോ അതേമാതിരി ഭൂമിയിൽ കാണുന്നത് മുഴുവനും കൽപ്പക വൃക്ഷമായി തീരും. ഗാംഗം വാരി സമസ്ത വാരിനിവഹാഹ. എവിടെയൊക്കെ ജലം ഒഴുകുന്നുണ്ടോ ആ ഒഴുകുന്ന ജലം മുഴുവനും ഗംഗയെ പോലെ പവിത്രമായി തോന്നും. മറ്റത് ഗംഗ ഒന്ന് മാത്രമാണ്, അവിടെ പോയി സ്നാനം ചെയ്താലേ പവിത്രതയുള്ളൂ എന്ന് പറഞ്ഞ് അതിനുവേണ്ടി കഷ്ടപ്പെട്ടു പോവും ഗംഗാസ്നാനത്തിന്. ഈ മനുഷ്യനോ ഉള്ളുകൊണ്ട് എല്ലായിടത്തും ഗംഗയാക്കി തീർത്തിരിക്കുന്നു. ഗാംഗം വാരി സമസ്ത വാരിനിവഹാഹ പുണ്യാഹ സമസ്താഃ ക്രിയാഹ. താൻ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും പുണ്യമായി. അതിൽ പാപപ്രവൃത്തി പുണ്യപ്രവൃത്തി എന്ന വ്യത്യാസമില്ല, എല്ലാം ഒന്നായി തീർന്നു. വാചഃ പ്രാകൃത സംസ്കൃതാഃ ശ്രുതിശിരോ. വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളൊക്കെ ജീവനുള്ളിലുള്ളത് കൊണ്ടാണ്. ജീവനാകട്ടെ ഈശ്വരാംശമാണ്, ആത്മാവാണ്. അപ്പം ആ ജീവാംശം കൊണ്ട് കരുപ്പിടിപ്പിക്കപ്പെട്ട വാക്കുകൾ പുറത്തു വരുമ്പോൾ എല്ലാറ്റിലും ആ ജീവൻ്റെ തന്നെ സ്വഭാവവും സ്വരൂപവും മഹിമയും അതാണ് കാണേണ്ടത്. അപ്പം ഞാൻ വാക്കുകളെ വേർതിരിക്കുന്നില്ല. എന്തൊക്കെ എനിക്ക് ഉപയോഗിക്കേണ്ടി വരുന്നോ അത് മുഴുവനും ശ്രുതിശിരോ, അതൊക്കെ വേദാന്തമാണ്, വേദാന്തവാക്യമാണ്. വാരാണസി മേദിനി. അവിടെ ഉത്തർപ്രദേശിൽ വാരാണസി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ബനാറസ്. അതുമാത്രമല്ല വാരാണസി, ഈ മേദിനി ഭൂമി മുഴുവനും അതേമാതിരി വാരാണസിയാണ്. സർവാവസ്ഥിതിരസ്യ വസ്തു വിഷയ ദൃഷ്ടേ പരബ്രഹ്മണി. സർവാവസ്ഥിതിരസ്യ വസ്തു വിഷയ, എല്ലാ അവസ്ഥകളും ദൃഷ്ടേ പരബ്രഹ്മണി. പരബ്രഹ്മത്തെ, പരമേശ്വരനെ, പരമകല്യാണനിധിയായിരിക്കുന്ന ഹരിയെ സമഗ്രമായി ദർശിച്ചു കഴിഞ്ഞവന് എല്ലാ അവസ്ഥയിലും സ്ഥിതിയിലും ആ ഈശ്വരമയം, ബ്രഹ്മമയം, ആത്മമയമായിത്തീരുന്നു. പരബ്രഹ്മത്തെ വേണ്ടതുപോലെ കണ്ടാൽ. സമ്പൂർണം ജഗദേവനന്ദനവനം സർവേപി കൽപ്പദ്രുമാഹ ഗാംഗം വാരി സമസ്ത വാരിനിവഹാഹ പുണ്യാഃ സമസ്താഃ ക്രിയാഃ. വാചഃ പ്രാകൃത സംസ്കൃതാഃ ശ്രുതിശിരോ വാരാണസി മേദിനി. സർവാവസ്ഥിതിരസ്യ വസ്തു വിഷയ ദൃഷ്ടേ പരബ്രഹ്മണി. ഞാൻ പലപ്പോഴും ആലോചിക്കും, നമുക്ക് ഭൂമിയിൽ കിഴക്കും പടിഞ്ഞാറും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, കാലത്ത് നിങ്ങളിത് കിഴക്കാന്ന് പറയുന്നു, ഉച്ച തിരിഞ്ഞാലോ നിങ്ങൾ കിഴക്ക് എന്ന് പറഞ്ഞ ഭൂപ്രദേശം തിരിഞ്ഞിട്ട് പടിഞ്ഞാറാവില്ലേ? ഇല്ലേ? അപ്പോൾ ഇവിടെ ഏതാ കിഴക്ക്? പോട്ടെ, ആകാശത്തിൽ കിഴക്കുണ്ടോ? പക്ഷെ ഇതൊക്കെ ഒരു സങ്കല്പ, മനസ്സിലുള്ള സങ്കല്പങ്ങളാണിത് മുഴുവനും. അങ്ങനെ നിരൂപിച്ചുണ്ടാവുക. ഇതാ മണ്ണ് കൊണ്ടൊരു പ്രതിമ ഉണ്ടാക്കിയാൽ ഇതിപ്പോൾ എവിടെയാ, ഇത് ആനയാ വിഘ്നേശ്വരനാ, ഇതോ ഇത് സ്കന്ദന മുരുകന എന്നൊക്കെ ഇങ്ങനെ പറയണമാതിരി നമ്മുടെ സങ്കല്പങ്ങളാണത് മുഴുവനും. ഇതാ ഈ 6 ശ്ലോകം കൃഷ്ണൻ ആദ്യമായി ഉദ്ധവന് നൽകിയ നിർദ്ദേശം ഉൾക്കൊള്ളുന്നത്, ഞാൻ പറഞ്ഞുവല്ലോ ശ്ലോക ഷഡ്കം ഷഡ് ശ്ലോകി എന്ന് പറയുന്നത്, ആ 6 ശ്ലോകം അവസാനിച്ചു കഴിഞ്ഞു. അവസാനത്തെ ശ്ലോകമാണ് പറഞ്ഞത്, സർവഭൂത സുഹൃച്ഛാന്ത ജ്ഞാനവിജ്ഞാന നിശ്ചയ പശ്യൻ മദാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. ഈ ശ്ലോകം ഒരിക്കൽ ഞാൻ ചൊല്ലാം, നിങ്ങളെല്ലാവരും കേൾക്കൂ. ഈ ശ്രീമദ് ഭാഗവതം വായിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ ഈ 6 ശ്ലോകമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ. ചതുശ്ലോകി ഭാഗവതം എന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഷഡ് ശ്ലോകി ഭാഗവതമാണിത്. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഈ മാതിരിയുള്ള നിർദ്ദേശം നൽകുന്നില്ല. ഇതിൽ എന്തു വേണം ഭക്തൻ എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നതാണ്. ഇനി കൃഷ്ണൻ പറയാൻ പോകുന്നത് മുഴുവൻ ഇതിൻ്റെ വർണ്ണനയും വിവരണവുമാണ്. യദിദം മനസാ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം തസ്മാദ് യുക്തേന്ദ്രിയഗ്രാമോ യുക്തചിത്ത ഇദം ജഗത് ആത്മനീക്ഷസ്വ വിദതം ആത്മാനം മയ്യധീശ്വരേ ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂതശരീരിണാം ആത്മാനുഭവതുഷ്ടാത്മാ നാന്തരായൈർവിഹന്യസേ പുംസോ അയുക്തസ്യ നാനാർത്ഥോ ഭ്രമസ്സ ഗുണദോഷഭാഗ് കർമ്മ വികർമ്മേതി ഗുണദോഷധിയോഭിദാ ദോഷബുദ്ധ്യോ ഭയാതീതോ നിഷേധാന്ന നിവർത്തതേ
ഗുണബുദ്ധ്യാ ച വിഹിതം ന കരോതി യഥാർഭകഃ സർവഭൂതസുഹൃച്ഛാന്തോ ജ്ഞാനവിജ്ഞാനനിശ്ചയഃ പശ്യൻ മദാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. എവിടുന്ന് തുടങ്ങി എവിടെ എത്തി ആലോചിച്ചോളൂ. മനസ്സിൽ നിന്ന് തുടങ്ങി. ഈ കാണുന്നത് മുഴുവനും മനോമയമാണെന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അവസാനിപ്പിക്കുന്നത് എന്താ? സർവഭൂത സുഹൃത്തും ശാന്തനുമായി ഈ പ്രപഞ്ചത്തെ മുഴുവനും ആത്മമയമായി കണ്ട് ഒരു വിധത്തിലും ഇടച്ചലോ ബാധയോ വിഷമമോ ഇടുക്കമോ ഇല്ലാതെ ഉല്ലാസവാനായി സഞ്ചരിക്കണം ഉദ്ധവ എന്നുള്ളൊരു ഉപദേശമാണ്. ഈ ഉദ്ധവൻ ആരായിരുന്നു? പരമഭക്തൻ.